കണ്ണൂർ വിമാനത്താവളത്തിൽ ജീവനക്കാരുടെ മിന്നൽ പണിമുടക്കിൽ വലഞ്ഞ യാത്രക്കാർ എയർ ഇന്ത്യയുടെ 3 വിമാനങ്ങളാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദ് ചെയ്തത്. അബുദാബി, ഷാർജ, മസ്കറ്റ് വിമാനങ്ങളാണ് റദ്ദാക്കിയത്. ഇതോടെ വിമാനത്താവളത്തിൽ കുടുങ്ങിയ 100 കണക്കിന് യാത്രക്കാർ പ്രതിഷേധിക്കുകയാണ്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. പെട്ടെന്നുള്ളൊരു അറിയിപ്പാണ്. സ്വാഭാവികമായിട്ടും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധമുണ്ടാകും. പക്ഷേ ഈ പ്രശ്നത്തിനൊരു പരിഹാരം എന്ന രീതിയിൽ ഒരു ഇടപെടലും ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ? എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് 3 വിമാന സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. എയർ ഇന്ത്യ എക്സ്പ്രസ് ഇത് സംബന്ധിച്ച് പകരം സംവിധാനം ഒരുക്കുന്നതിനെ കുറിച്ചൊന്നും തന്നെ ഇതുവരെയും ഒരു തീരുമാനം ഈ യാത്രക്കാരോട് വ്യക്തമാക്കിയിട്ടില്ല. ഏതായാലും പുലർച്ചെ 4:25-നും ഇനിയിപ്പോൾ 6:45-നും ഒപ്പം തന്നെ 9:25-നും കണ്ണൂരിൽ നിന്നും പുറപ്പെടേണ്ട 3, അതായത് അബുദാബി, മസ്കറ്റ്, ഷാർജ എന്നിവിടങ്ങളിലേക്ക് പോകേണ്ട 3 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകളാണ് ഇപ്പോൾ റദ്ദാക്കിയിട്ടുള്ളത്. 100-ലേറെ പേരുന്ന യാത്രക്കാർ രാവിലെ തന്നെ വിമാനത്താവളത്തിലെത്തിയതാണ്. പക്ഷേ അല്പം മുമ്പ് ആണ് ഇത്തരമൊരു വിവരം ഇവരെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പകരം സംവിധാനം ഇന്നൊരുക്കുമോ എന്നതാണ് അവർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാരുടെ പണിമുടക്കാണ് ഈ സർവീസുകൾ റദ്ദാക്കാൻ കാരണം എന്ന വിശദീകരണമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പണിമുടക്ക് പൂർത്തിയാൽ അല്ലെങ്കിൽ പണിമുടക്ക് പിൻവലിച്ചാൽ മാത്രമായിരിക്കും പിന്നീട് സർവീസ് തുടങ്ങും. അതുകൊണ്ട് എപ്പോൾ ഇനിയുള്ള സർവീസ് തുടരും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏതായാലും വ്യക്തതയില്ല. അതുതന്നെയാണ് യാത്രക്കാരുടെ പ്രതിഷേധത്തിന് കാരണം. വിവിധ ഇടങ്ങളിൽ നിന്നെത്തിയ 100-ലധികം യാത്രക്കാർ ഏതായാലും എയർപോർട്ടിൽ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എത്രയും പെട്ടെന്ന് അവിടെ എത്തേണ്ടതാണ്. പക്ഷെ വളരെ പെട്ടെന്നാണ് ഇങ്ങനെ ഒരു പണിമുടക്കിന്റെ കാര്യം അവരെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധം ഏതായാലും യാത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. തീർച്ചയായും പെട്ടെന്ന് വിമാനങ്ങൾ റദ്ദാക്കി, മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയതിരുന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഫെലിക്സ് ആണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്.